Hello beautiful people, welcome back to another video of Triple I Commerce Academy. ഓണപരീക്ഷ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഓണം ഇസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഓണപരീക്ഷയും നമുക്ക് സ്പെഷ്യൽ ആക്കണ്ടേ? അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഓണം എക്സാമിൻ്റെ ഡേറ്റ്സ്, അതുപോലെ ഓണം എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ അതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓണം സെലിബ്രേഷൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഡേറ്റിലായിരിക്കും നമ്മുടെ എക്സാം നടക്കാൻ പോണേ അതറിയണമല്ലോ. അതറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. നമുക്ക് കൂടുതൽ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, +2 സെക്കൻഡ് ഇയർ, അതായത് +2ന്റെ ഓണം എക്സാമിനേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 29 വരെയാണ്. ഈ ഒരു ഡേറ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ. ഓഗസ്റ്റ് 18 മുതൽ ആയിരിക്കും നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഇയറിൽ +1ൻ്റെ അല്ല ഞാൻ പറയണത്, +2 എക്സാമിനേഷൻ്റെ കാര്യമാണ് പറയണത്. ഫസ്റ്റ് ടേം എക്സാമിനേഷൻ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ടേമിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് 18 മുതൽ 29 വരെയുള്ള ഡേറ്റുകളിലായിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ സ്കൂൾ ബേസിസിൽ തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. സോ അതൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് കറക്റ്റ് സമയത്ത് അവൈലബിൾ ആക്കുന്നതായിരിക്കും. ചോദ്യപേപ്പർ സ്കീം അടിസ്ഥാനത്തിൽ തയ്യാറാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമ്മൾ ടേം വൈസ് ആയിരിക്കും നമ്മുടെ ഹോൾ സിലബസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഫസ്റ്റ് ടേമിൽ ഇത്ര പോർഷൻ, സെക്കൻഡ് ടേമിൽ ഇത്ര പോർഷൻ, തേർഡ് ടേമിൽ ഇത്ര പോർഷൻ, അങ്ങനെ ഓരോ ടേം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ പോർഷൻസ് ആയിരിക്കും നമുക്ക് ഈ എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കുന്നുണ്ടാവുക. അതാണ് പറഞ്ഞിരിക്കണേ. ഫസ്റ്റ് ടേമിൻ്റെ എക്സാം ഫസ്റ്റ് ടേമിൻ്റെ എക്സാം ആണല്ലോ, അപ്പോൾ ഫസ്റ്റ് ടേമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കീ ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നെങ്കിൽ SCERT പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് HS ലൈവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് നമ്മുടെ ആൻസർ കീസ് ഒക്കെ കാണാൻ പറ്റും. 2017 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ടൈം ടേബിൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. അതായത് ഈ ഒരു ഔട്ട്ലൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് 18 മുതൽ 29 വരെ ആയിരിക്കും എക്സാം എന്നുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കറക്റ്റായിട്ട് ഏത് എക്സാം ഏത് ഡേറ്റിലാണ് എന്നുള്ള ഇൻഫർമേഷൻ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അത് അറിയുന്നതിനനുസരിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓണം ഉഷാറാക്കണം. ഓണം ഓണം മൂഡ് എന്നുള്ള രീതിയിലെല്ലാം ഉഷാറായിട്ട് അങ്ങോട്ട് പോട്ടെ. അതിൻ്റെ കൂടെ നമ്മുടെ പ്രിപ്പറേഷൻസും അടിപൊളിയാവണം. അത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഓണപരീക്ഷയാണ്, അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഓണപരീക്ഷ ഫസ്റ്റ് ടേം ആണ്, അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. കാരണം അത്രയും നമ്മൾ സേഫ് ആക്കി വെക്കുകയാണ്. അത്രയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് അത്ര എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല. സോ അതൊന്നും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. +1കാർക്ക് സ്കൂളിൽ തന്നെ നടത്തുന്ന എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ഫർദർ വീഡിയോസ്. ആൻഡ് ദിസ് ഈസ് മീ ഹരി സൈനിങ് ഓഫ്.